ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻറ്റർ. കുറച്ച് നാളായി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ സെറ്റ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇതങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളോ ക്രാഫ്റ്റോ അങ്ങനെയൊന്നുമല്ല. കുറച്ച് ദിവസം മുൻപ് ജോഷ് ടോക്സിൽ എൻ്റെ ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ജോഷ് ടോക്സിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു ദിവസം ഇതുപോലെ ജോഷ് ടോക്സിൽ വരും എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു തോട്ട് തന്നെയാണ് ഞാനും ഈ ജോഷ് ടോക്കിലൊന്ന് വരാനായിട്ടുള്ള കാരണം തന്നെ. ഞാനും പണ്ട് ജോഷ് ടോക്സിൻ്റെ കുറേ വീഡിയോസൊക്കെ വന്നിരുന്ന സമയത്ത് ഞാനും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഒരു തവണയെങ്കിലും ജോഷ് ടോക്സിലൊന്ന് വരാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ ജോഷ് ടോക്സിൽ ഒരു ദിവസം സംസാരിക്കാനായിട്ട് അവർ നമ്മളെ വിളിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ഒരു ഒക്ടോബർ 2023 ഒക്ടോബറിലാണ് അവരെന്നെ ആദ്യമായിട്ട് വിളിച്ചത്. ഒക്ടോബറിൽ വിളിച്ചിട്ട് ഷൂട്ടുണ്ട്, ഇൻട്രസ്റ്റഡ് ആണോ, ഷൂട്ടിനുള്ള ഡേറ്റ് ഏതൊക്കെയാണ് ചൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അഭിരാമിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ നമ്മുടെ ജോഷ് ടോക്സ് മലയാളം ഹാൻഡിൽ ചെയ്യുന്ന ഒരു കണ്ടൻറ് റൈറ്റർ എന്തോ ആണ് അഭിരാമി. അപ്പോൾ അഭിരാമിയാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഭിരാമി എന്നെ വിളിച്ചിട്ട് ഷൂട്ടൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പം ഷൂട്ടിന് മുൻപ് കുറേ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് സ്പോട്ടിൽ പറയാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാകും, പക്ഷേ എനിക്കങ്ങനെ സ്പോട്ടിൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു കണ്ടൻറ് എല്ലാം നല്ല ക്ലീനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടൻറ് പ്രിപ്പയർ ചെയ്യണമായിരുന്നു. ആക്ച്വലി നമ്മൾ ആ കണ്ടൻറ് പ്രിപ്പയർ ചെയ്തത് നമ്മളെ കോണ്ടാക്ട് ചെയ്തവർക്ക് നമ്മൾ ഷെയർ ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ഷെയർ ചെയ്തിട്ട് അവരതിനൊരു അപ്രൂവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എഴുതിയേക്കുന്ന ആ കണ്ടൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതിയേക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റിനൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തണമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസം എടുത്തിരുന്നാണ് ആ സ്ക്രിപ്റ്റൊക്കെ ഇരുന്ന് എഴുതിയത്. ഒരു 3-4 പേജ് സ്ക്രിപ്റ്റൊക്കെ എഴുതി. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 12 മിനിറ്റ് തൊട്ട് ഒരു 20 മിനിറ്റ് വരെയൊക്കെയാണ് മാക്സിമം നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സമയം. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു എങ്ങനെ തുടങ്ങും. അവരുടെ തന്നെ പല വീഡിയോസ് പിന്നെ ഇരുന്ന് കണ്ടു. ജോഷ് ടോക്സിൻ്റെ തന്നെ പല വീഡിയോസ് ഞാൻ ആ സമയത്ത് ഇരുന്ന് കണ്ടു. ഇത് എങ്ങനെ അവതരിപ്പിച്ചാലായിരിക്കും ആൾക്കാരിലേക്ക് കറക്റ്റായിട്ടൊന്ന് കൺവേ ആകുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഞാൻ കുറേ ഒന്ന് റിസർച്ച് ചെയ്തു. എന്നാലും ആ ഒരു ഫ്ലോയിലേക്ക് എത്തുന്നില്ല. എഴുതിയിട്ട് നമുക്കൊരു തൃപ്തി വരുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാലും ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തു. കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിരാമി എൻ്റെ അടുത്ത് ചോദിച്ചു, കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് അഭിരാമി മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അപ്പം ഞാനതൊന്ന് അയച്ചു തരാം, ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കണ്ടൻറ്റ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. കണ്ടൻറ്റ് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഭാഗ്യം എന്താണെങ്കിലും അവർ പെർഫെക്റ്റ് ആണ് കണ്ടൻറ്റ് എന്നുള്ളത് പറഞ്ഞു. ഈ എഴുതി പിടിപ്പിച്ചേക്കുന്ന കണ്ടൻറ്റ് അതുപോലെ എനിക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അപ്പോഴും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അഭിരാമി എനിക്ക് ഡ്രസ് കോഡിൻ്റെ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ് കോഡുണ്ട്, ഒത്തിരി ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, കുറച്ച് പേസ്റ്റൽ കളേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ ഒത്തിരി ഡോട്ട്സോ അല്ലെങ്കിൽ സ്ട്രൈപ്സ് ഒക്കെ ഉള്ള ഡിസൈനൊന്നുമുള്ള ഡ്രസ്സൊന്നും യൂസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോഡറേറ്റ് ഡ്രസ്സ്, വലിയ എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഷൂട്ടിൻ്റെ ഒരു 2 ദിവസം മുൻപ് ഇവർ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് ഷൂട്ടിൻ്റെ ടൈം ഷെഡ്യൂളൊക്കെ പറഞ്ഞു. ഷൂട്ട് ഇന്ന ദിവസമാണെന്നും അതിൻ്റെ ടൈം ഷെഡ്യൂൾ എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഉച്ച കഴിഞ്ഞത്തെ സമയമായിരുന്നു. അതാണെങ്കിൽ ഭയങ്കര മഴയുള്ള സമയമായിരുന്നു. നവംബർ മാസത്തിലായിരുന്നു ഷൂട്ട്. അപ്പോൾ ഭയങ്കര ഇടിയും മിന്നലും ഒക്കെ ഉള്ള സമയമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എനിക്ക് ഇടിയും മിന്നലൊക്കെ ഭയങ്കര പേടിയാണെന്ന്. പക്ഷേ ആ സമയത്തായിരുന്നു എൻ്റെ ഷൂട്ട് വെച്ചിരുന്നത്. എന്താണെങ്കിലും വീട്ടിൽ നിന്ന് നേരെ എറണാകുളത്ത് ഷൂട്ടിന് ചെന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കുറച്ച് പേരെയൊക്കെ പരിചയപ്പെട്ടു. ബിൻസീസ് ഫാമിലെ ബിൻസി ചേച്ചീനെ പരിചയപ്പെട്ടു. പിന്നെ ഫിറ്റ് വിത്ത് അഞ്ജുവിനെ പരിചയപ്പെട്ടു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് ഇവരൊക്കെയാണ്. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെട്ടു. അവരോടൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റി. അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവർ ഷെയർ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സംസാരിക്കുന്നതിനിടയ്ക്ക് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടൊക്കെ ഇരുന്നു. അതിനുശേഷം ഷൂട്ടിന് വിളിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഷൂട്ടിന് അവർ ആ മൈക്ക് അറേഞ്ച് ചെയ്ത സമയത്തൊക്കെ അഭിരാമിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഓക്കെ അല്ലേ
കൂളായിട്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ കണ്ടൻറ്റ് ഓൾറെഡി അവരുടെ കയ്യിലുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഷൂട്ടിംഗ് സെറ്റിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെളിച്ചമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ഷൂട്ടിന് തന്നെ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നേരെ മുഖത്തേക്ക് ഇങ്ങനെ വെളിച്ചടിക്കുന്ന രീതിയിലായിരുന്നു അവർ സെറ്റ് ചെയ്തിരുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഞാനിങ്ങനെ മനസ്സിൽ പണ്ട് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ആ ജോഷ് ടോക്സ് ഒക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നു. ശരിക്കും ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ സമയത്ത് തോന്നിയത്. അതിനുശേഷം ഷൂട്ടൊക്കെ കഴിഞ്ഞ് എനിക്ക് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ കറക്റ്റായിട്ടാണോ പറയുന്നത്, ഏതെങ്കിലും ഒരു ഫ്ലോയിലായിരുന്നു എഴുതിയിരുന്നത്. ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഇൻസിഡൻറ്റ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻസിഡൻറ്റ്, അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഞാൻ ആ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തിരുന്നത്. ആ ഒരു ഫ്ലോയിൽ തന്നെയാണോ ഞാൻ പറഞ്ഞത് എന്നൊക്കെയുള്ള എനിക്കൊരു സംശയമായിരുന്നു. പിന്നെ എവിടെയെങ്കിലും തെറ്റിപ്പോകുമോ, ഞാനപ്പോൾ ഇങ്ങനെ ശരിക്കും ആ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കി, എനിക്കറിയാം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ടാണ് വന്നിരുന്നത് സജിത. അപ്പോൾ സജിതേനെ കാണാൻ പറ്റുന്നുണ്ടോ, ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അവിടുന്ന് ഭയങ്കര വെളിച്ചമായിരുന്നു ഇങ്ങനെ. അപ്പം എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങാനും കാണുന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ടാണോ പറയുന്നത് എന്നൊക്കെ ഒരു സൂചന ഒക്കെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഞാനിങ്ങനെ പരതിയൊക്കെ നോക്കി. പക്ഷേ ആളെ കിട്ടിയില്ല. എന്താണേലും ഷൂട്ടൊക്കെ ഒറ്റ ടേക്കിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഷൂട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഈ പറഞ്ഞ അത്രയും സമയത്തിനുള്ളിൽ തന്നെ ഒറ്റ ടേക്കിൽ കംപ്ലീറ്റ് പറഞ്ഞു തീർത്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, പറഞ്ഞു തീർത്തു. ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സീരിയസ് ആണ്, ഞാൻ ചിരിക്കാറില്ല, അങ്ങനെയൊക്കെയാണ്, മുഖമൊക്കെ ഇരിക്കുന്നത് ഭയങ്കര റോഡ് മുഖം പോലെയൊക്കെ ആയിരിക്കും വെക്കുന്നതെന്നൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഷൂട്ടിൻ്റെ ആ ഒരു ടെൻഷൻ, ഇത് പറയുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മുഖം എങ്ങനെയാണ് വെച്ചിരുന്നത്, ചിരിച്ചോണ്ടാണോ പ്രസൻറ്റ് ചെയ്തത്, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് മാത്രമല്ല, പറഞ്ഞ കാര്യങ്ങൾ തന്നെ കറക്റ്റ് ആണോ എന്ന് പോലും എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞു. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഷൂട്ടിൻ്റെ കാര്യം അറിയുണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ അപ്പനും അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു, ഹസ്ബൻഡിന് അറിയാമായിരുന്നു, പിന്നെ സജിതയ്ക്ക് അറിയാമായിരുന്നു. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഈ ഷൂട്ടിൻ്റെ കാര്യം തന്നെ അറിയുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടും ഞാൻ ഈ കാര്യങ്ങളൊന്നും ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ വീഡിയോ ഫസ്റ്റ് ഞാൻ കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറേ നാളായിട്ടും, ഈ പറഞ്ഞ പോലെ നവംബറിലാണ് ഷൂട്ട് കഴിഞ്ഞത്. ആക്ച്വലി വീഡിയോ റിലീസ് ചെയ്തത് ഫെബ്രുവരിയിലാണ്. അപ്പം ഇത്രയും ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഓക്കെ, എൻ്റെ കണ്ടൻറ്റിൽ വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മേ ബി റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ വീഡിയോ റിലീസ് ചെയ്തു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പം ഇതിലൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ നമുക്കറിയാവുന്നൊരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു വന്നത്. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് മോശം കമൻസൊക്കെ ഉണ്ടായിരുന്നു. അതായത് വന്ന് ആർക്കും കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമായോ ജോഷ് ടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് കമൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, ഞാനും അത്രയ്ക്കങ്ങോട്ടായിട്ടൊന്നുമില്ല അവിടെ കയറി സംസാരിക്കാനായിട്ട്. അപ്പം ഈ വേണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ കാണുമോ, എൻ്റെ ഈ വീഡിയോയ്ക്ക് അത്രയ്ക്ക് പ്രസക്തി ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും വീഡിയോ റിലീസ് ചെയ്തു. വീട്ടിൽ നിന്ന്, ഞാൻ ആ സമയത്ത് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ ആദ്യം കണ്ടു കഴിഞ്ഞിട്ടാണ് അവരോട് പറഞ്ഞത് എൻ്റെ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരെന്താണ് അതിൻ്റെ എക്സ്പ്രഷൻ, അപ്പനമ്മയൊക്കെ എന്നാ പറയും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിമാരൊക്കെ പറഞ്ഞു, കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളവരൊക്കെ പറഞ്ഞു, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു, ഒരു 3000+ ആൾക്കാർ കണ്ടു എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാൽ പിന്നെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു നല്ലൊരു സ്റ്റേജിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇപ്പം ഞാൻ അത്ര നല്ല സ്റ്റേജിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾക്ക് എന്താണെങ്കിലും കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ വരും. അപ്പോൾ നിങ്ങൾക്കും
ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്ന ആ ഒരാളെയും അതുപോലെ നിങ്ങൾ മനസ്സിൽ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള പലർക്കും ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ജോഷ് ടോക്കിൽ വരാനും സംസാരിക്കാനും ഒക്കെ പറ്റും. പരിശ്രമിക്കുക, നിങ്ങളവിടെ എത്തും, ഉറപ്പ്. ബൈ.